അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ലോക മുസ്ലിങ്ങളാകമാനം അങ്ങേയറ്റം ദുഃഖകരമായ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീൻ ജനത, നമ്മുടെ സഹോദരീ സഹോദരന്മാർ, നമ്മുടെ പിഞ്ചുമക്കൾ ലോകത്തമ്മാടികളായ, ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരായ പിശാചുക്കളായ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൊടിയ ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവിടെയുള്ള പിഞ്ചുമക്കൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ കരൾ പൊട്ടി പ്രാർത്ഥിക്കുകയാണ് നാം വേണ്ടത്. അള്ളാഹു നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് പൂർണ്ണമായ ശാന്തിയും സമാധാനവും രക്ഷയും നൽകട്ടെ. ലോകത്തമ്മാടികളായ ഇസ്രായേൽ സൈന്യത്തെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ, അവരെ നിന്ദരാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം ദുഃഖകരമായ ഒരു അവസ്ഥയിലും കലക്കവള്ളത്തിൽ മീൻ പിടിക്കാനാണ് കേരളത്തിലെ ചില പുരോഹിത പരിഷകൾ, സമസ്തയുടെ ചില പുരോഹിതന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പേപ്പട്ടിയെ പോലെ മുന്നിൽ കാണുന്ന ആരുടെ മുഖത്ത് നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്ന റഹ്മത്തുള്ള കാസിമി എന്നൊരു പുരോഹിതൻ, അയാൾ കുറച്ചു കാലമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ ഒരു സാമൂഹ്യ ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരെക്കുറിച്ച് എന്തും പറയുന്ന ലൈസൻസ് ഇല്ലാതെ സ്വന്തം അനുയായികളെപ്പോലും, മുന്നിലിരിക്കുന്ന അനുയായികളെപ്പോലും പൊട്ടന്മാരെ, മണ്ടന്മാരെ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തരം മാനസിക വൈകൃതം ബാധിച്ചൊരു മനുഷ്യൻ. അച്ചങ്ങായി, ഇന്ന് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ഈ കൊടിയ പീഡനങ്ങളുടെ മുഴുവനും കാരണം സലഫികളാണ്, വഹാബികളാണ്, സൗദി ഭരണകൂടമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അയാളുടെ ആരോപണം ഒന്ന് കേട്ടു നോക്കാദ്യം. ലോകത്തിന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാ? ഫലസ്തീൻ പ്രശ്നം. ആരാ ഫലസ്തീൻ പ്രശ്നത്തിന്റെ കാരണക്കാര്? വഹാബികൾ എഴുതി കൊടുത്തു. ആർക്ക്? 1919 സ്വന്തം രാജ്യത്തിന് വേണ്ടി, വഹാബി രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അബ്ദുൽ അസീസ് രാജാവ് ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പ് മന്ത്രിയായ പെർസി കോക്സിന് എഴുതി കൊടുത്തു കരാറ്. ആ കരാറ് ഇതാ എന്റെ കയ്യിലുണ്ട്. ആ കരാർ സത്യമാണെന്ന് സൗദി പത്രം പോലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്റെ കരാർ ഞാനൊന്ന് വായിക്കാം. വഹാബികൾക്ക് ഫലസ്തീൻ പ്രശ്നമല്ല, വഹാബികൾക്ക് വസീഖത്തു ഖാദിമുൽ ഹറമൈൻ അൽ മലിക് അബ്ദുൽ അസീസ് അൽ സഊദ് يقول فيها بسم الله الرحمن الرحيم أنا السلطان عبد العزيز بن عبد الرحمن آل فيصل آل سعود أقر وأعترف 1000 مرة لسيد بيرسي كوكس مندوب بريطانيا العظمى لا مانع عندي من إعطاء فلسطين للمساكن اليهود أو غيرهم كما تراه بريطانيا التي لا أخرج عن رأيها حتى تصبح الساعة. أنا السلطان عبد العزيز രാജാവാണ്. ഞാൻ അഖറു, ഞാൻ അംഗീകരിക്കുന്നു, വഅതരിഫു, ഞാൻ സമ്മതിക്കുന്നു, 1000 വട്ടം ലിസയ്യിദ് പെർസി കോക്സിനോട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. എന്ത്? ലാ മാനിഅ ഇൻദി, എന്റെ അടുക്കൽ തടസ്സമില്ല, മിൻ ഇഅതാഇ ഫലസ്തീൻ കൊടുക്കുന്ന വിഷയത്തിൽ ലിൽ മസാകീനിൽ യഹൂദി, യഹൂദി മിസ്കീന്മാർക്ക്. അപ്പൊ മുസ്ലിമീങ്ങൾ മിസ്കീനല്ല. ഇസ്രായേൽ കൊടുത്തതാരാ? അബ്ദുൽ അസീസ് രാജാവ്. ഇതാ നിഷേധിക്കാൻ കഴിയില്ല, രാജാവിന്റെ സീലോട് കൂടെ. കേട്ടില്ലേ സഹോദരങ്ങളെ, എന്തൊരു വൃത്തികെട്ട ആരോപണമാണ് ഈ ചങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളെ ചങ്ങലക്കിടാൻ, ഈ പേ പിടിച്ച മനുഷ്യനെ ചങ്ങലക്കിടാൻ സമസ്തയിൽ ആണുങ്ങൾ ആരുമില്ലേ? തോന്നിയത് വിളിച്ചു പറയാ. എന്തെങ്കിലും ഒരു സത്യത്തിന്റെ ഒരു അംശം വേണ്ട ഒരു കാര്യം പറയുമ്പോ. 1919 അബ്ദുൽ അസീസ് രാജാവ് ഫലസ്തീൻ ഇസ്രായേലിന് എഴുതി കൊടുത്തു. ഫലസ്തീൻ ഇസ്രായേലിന് എഴുതി കൊടുക്കാൻ അബ്ദുൽ അസീസ് രാജാവ് ആരാ? അതെങ്കിലും ആലോചിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറയാം, റഹ്മത്തുള്ള കാസിമി എന്ന് പറഞ്ഞ ഇച്ചങ്ങായിന്റെ വീട് അയാൾ അയൽവാസിയായ വേലായുധം കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അച്ചങ്ങായി സമ്മതിക്കുവോ? എന്റെ വീട് എഴുതി കൊടുക്കാൻ ആരോടൊന്നും ചോദിക്കൂലേ? ഫലസ്തീൻ എഴുതി കൊടുക്കുക. സൗദി രാജാവ് ഇസ്രായേലിന് ഫലസ്തീൻ എഴുതി കൊടുക്കുക. എന്നിട്ട് വലിയ സംഗതി ഇയാൾ എടുത്തു കാണിക്കേണ്ടതാ, അതിന്റെ കത്ത് എന്റെ കയ്യിലുണ്ട്. ഇത് സൗദി അറേബ്യയുടെ ശത്രുക്കളായ ഏതോ ദജ്ജാലുകൾ എഴുതി ഉണ്ടാക്കിയ സിയോണിസ്റ്റ് ചാരന്മാരായ ദജ്ജാലുകൾ എഴുതിണ്ടാക്കിയ കത്താ. ഈ കത്തിനെതിരെ സൗദി ഭരണകൂടം ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത് പ്രചരിപ്പിച്ച മാധ്യമ പ്രവർത്തകനെതിരെ ശാപപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. മനസ്സിലായോ സുഹൃത്തുക്കളെ? പതിറ്റാണ്ടുകളോളമായി ഇസ്രായേൽ സൈന്യത്തിന്റെ പീഡനം അനുഭവിക്കുന്ന ഈ ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാ കാലത്തും മാനസികമായും സാമ്പത്തികമായും ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളത് ഈ സൗദി അറേബ്യയാണ്. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള സൗദി അറേബ്യയാണ്. ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ചിട്ടുള്ള സൗദി അറേബ്യയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഏതോ ഒരു സലഫി വിരോധി ഏതോ ഒരു പത്രത്തിൽ എഴുതി വിട്ട കത്ത് അയാൾ വലിയ തെളിവായിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കുക. വിവരമില്ലാത്ത ഹംക്ക്. അവൻ്റെ മുതലക്കണ്ണീര് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന പീഡനങ്ങൾ കേട്ടിങ്ങനെ കരയണവന്. അതിന്റെ പ്രതികൾ ആരാൻ തപ്പിപ്പിടിച്ചിട്ട് നടക്കണവന്.
എടോ, ഈ ഫലസ്തീൻ ജനത ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ അറുതി വരുത്താൻ കഴിഞ്ഞിട്ടും സുഖലോലുപന്മാരായി ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളാണ്. അറിയാങ്ങൾ, ഫലസ്തീൻ ജനത മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ള ലോകത്തുള്ള മുസ്ലിങ്ങൾ, പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ ചെയ്തത്? ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബറുൽ ആലമായ ഔലിയാക്കളിലെ ഞങ്ങളുടെ കൂട്ടത്തില് അവരറിയാതെ ലോകത്തൊരു ഇല പോലും അനങ്ങില്ല എന്ന് പറയുന്ന ഔലിയാക്കളില്ലേ? അവരാണ് ലോകത്തിന്റെ അള്ളാഹു അല്ലാത്ത ആലമിനെ മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികൾ നിങ്ങളെ കൂട്ടത്തിലുള്ള. നിങ്ങൾ എന്താ ഫലസ്തീൻ ജനതയെ സഹായിക്കാത്തത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല ഭരണകൂടത്തിൽ നിങ്ങൾ ഔലിയാക്കള് താഴെ ഇറക്കി എന്നാണ് നിങ്ങൾ പറയണത്. ഷെയ്ഖുന വൈലത്തൂർ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങള് കല്ലായിലോ ഏതോ സ്ഥലത്തൊരു ഹോട്ടലിൽ നിന്ന് ഷെയ്ഖുനാന്റെ കൂടെ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ മുക്കം മൊഹീദ്ദീൻ സാഹിബ് കൂടെയുണ്ട്. ചന്ദ്രികാ പത്രം അവിടെ കിടക്കുന്നുണ്ട്. ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട്. അതിലേക്ക് എന്നെ ചൂണ്ടി ഈ മുക്കം മൊഹീദ്ദീൻ സാഹിബ് പറഞ്ഞു, ഷെയ്ഖുനാനോട് പറഞ്ഞു, ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവൾ എന്ന്. അത് വാസ്തവത്തിൽ മൊഹീദ്ദീൻ സാഹിബിനെ അറിയാം ഇവൾ ഭരിക്കുന്നില്ല. പക്ഷെ ഷെയ്ഖുന മറുപടി പറയാൻ വേണ്ടി, ഷെയ്ഖുനയുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത്. ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല, ഷെയ്ഖുനെ ഭരിക്കുന്നവരാണ് എല്ലാവരും. അത് നമുക്ക് പറയാമെന്ന് പറയാം, നീ സംഭവിക്കാൻ പോകുന്ന നമ്മൾ നോക്കുക. അങ്ങനെ അത് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു, അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല, അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിന്നിറങ്ങി, മുറാർജി ഭരണത്തിൽ കയറി. ഷെയ്ഖുനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഖുനെയാണ് ഇന്ദിരയെ ഭരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുറ്റ സ്ത്രീയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പീഡനങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആക്രമിച്ചിട്ടില്ല, ദുരിതം വരുത്തിയിട്ടുമില്ല. ആ ഇന്ദിരാഗാന്ധി ഒരു പെണ്ണായതിന്റെ പേരിൽ അവളെ ഞാൻ താഴെ ഇറക്കിയിരിക്കുന്നു. അങ്ങനെ മൊറാർജിനെ കയറ്റി. ചോദിക്കട്ടോ, ഇതൊക്കെ അംഗീകരിക്കുന്ന ഈ മടവൂരിനെ അംഗീകരിക്കുന്ന ആൾക്കാരനല്ല നിങ്ങൾ ഇരു സമസ്തക്കാരും? ഇനി മടവൂർ മൗത്തായി പോയി, നിങ്ങളെ കൂടുതൽ ജീവിച്ചിരിക്കുന്ന കുറെ ഔലിയാക്കളുണ്ടല്ലോ, ഇപ്പത്തെ മുദബ്ബിറുൽ-ആലം, ഇപ്പത്തെ കുത്തുബുൽ-ആലം. എന്തോടോ ഈ ഫലസ്തീൻ ജനതയെ നിങ്ങളെ സഹായിക്കാത്ത നിങ്ങൾ ഔലിയാക്കള്? ഫലസ്തീന്റെ മണ്ണിൽ അന്യായമായി അതിക്രമിച്ചു കയറി അവിടെ പതിറ്റാണ്ടുകളായി ഫലസ്തീൻ ജനതയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ അവിടെ തുരത്തി കൊടുക്കാൻ നിങ്ങൾ ഔലിയാക്ക കഴിയൂലേ? എന്താ നിങ്ങൾ ചെയ്യാത്ത? നീ പോട്ടെ, ഇന്ദിരാഗാന്ധിനെ താഴെ ഇറക്കുക മാത്രമല്ല, കേട്ടോളി, ഒരു കറാമത്ത് ഞാൻ പറയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പമല്ലേ, ഞങ്ങളിങ്ങനെ ഇന്ദിരാഗാന്ധി വെടി കൊള്ളുന്ന സമയത്ത് മൂപ്പർ അന്നത്തെ ഡ്രസ്സ്, ഒരു ഫാന്റ്, ഒരു പട്ടാള വേഷം, ശരിയായൊരു പട്ടാള വേഷം, തോക്കിന് ബദൽ ഒരു വലിയ മുളയെടുത്തിട്ടുണ്ട്. ആ മുളയെടുത്തിട്ട് അതിങ്ങനെ ആയിട്ട് പട്ടാളക്കാർ നടക്കണമാര് ഇങ്ങനെ നടന്ന് വന്നിട്ട് പ്രധാന പള്ളിപ്പറപ്പിന്റെ മൂലക്കൽ നിന്നിട്ട് ഡൽഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് വേറൊരു വാക്ക് പറഞ്ഞു. ഈ സദസ്സിന് ചോദിക്കാത്തോണ്ട് ഞാൻ ആ വാക്ക് പറയണില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു 10-10:30 പണിയായപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് വെടികൊണ്ട് നമ്മൾ അറിയുന്നത്. ഈ സംസാരിക്കണ ഓന്റെ ഉപ്പയാണോ ഇനി വേറെ ഏതോ ഉപ്പാപ്പയാണെന്ന് അറിയില്ല, ഔലിയ ഉപ്പയാണെന്ന് അറിയില്ല. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച അന്നേ ഇയാള് നല്ല പാൻറ്റും കുപ്പായും പട്ടാളക്കാരെ വേഷം എടുത്തിട്ട് ഒരു മുളന്റെ കമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഡൽഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിങ്ങനെ സൈനികർ നടക്കണ മാതിരി ലെഫ്റ്റ് റൈറ്റ് പിച്ചേമൂട്ട് തിരിഞ്ഞിട്ട് ഡൽഹിന്റെ ഭാഗത്ത് കഴിഞ്ഞിട്ട് 4 വെടി. അതാ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണു. നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പഞ്ചാബിലെ സുവർണക്ഷേത്ര ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഇഷ്യൂല് അതുമായി ബന്ധപ്പെട്ട ചില ആളുകളാണ് ഇന്ദിരാഗാന്ധിനെ വെടിവെച്ച് കൊന്നത്. അല്ല, എന്നിട്ട് വെടിവെച്ച് കൊന്നതും പോരാ, ഒരു വാക്കും പറഞ്ഞു, ഒരു ഡയലോഗ് അടിച്ചു, ഒരു മാസ് ഡയലോഗ്. അതിപ്പോ സദസ്സിന് പറഞ്ഞില്ല, യോജിക്കാത്തോണ്ട് പച്ച തെരിന്ത്യം പറഞ്ഞിട്ടുണ്ടോ പല ഔലിയാക്കളല്ലേ? നിങ്ങൾക്ക് എന്തോ ഇവിടുന്ന് നേരെ തിരിഞ്ഞിട്ട് ഇസ്രായേൽ ഫലസ്തീന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു 100 ഔലിയാക്കളാണ് കൂട്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന കുറെ എണ്ണം കെട്ട ഔലിയാക്കളുണ്ടല്ലോ. എല്ലാവരും വലിച്ചു വരി നിർത്തിയിട്ട് എല്ലാവർക്കും സൈനികരെ ഡ്രസ്സും കൊടുത്തിട്ട് ഓരോ മുളന്റെ കമ്പ് എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ട് അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ നേരെ ഫലസ്തീന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിന്നിട്ട് മെഷീൻ കണ്ണുമാരുണ്ട് വെടിച്ചിട്ട് ആ ഇസ്രായേലിലെ ആ ജൂത പിശാചുക്കളെ കൊല്ലാൻ നിങ്ങളെ കൊണ്ട് കഴിയൂലേ? നിങ്ങൾ ഔലിയാക്കളെ കൊണ്ട് കഴിയൂലേ? നിങ്ങൾ എന്താ ചെയ്യാത്ത? ഫലസ്തീന്റെ ജനതക്കും വേണ്ടി നിങ്ങൾ ഇങ്ങനെ കണ്ണീര് ഒഴിക്കണ്ടല്ലോ, നിങ്ങൾ എന്തോ ചെയ്യാത്ത? അത് നിങ്ങൾ ഔലിയാക്കളെ ചാർജൊക്കെ കഴിഞ്ഞോ? ഒക്കെ കുഴിച്ചിട്ടതോടുകൂടി മണ്ണിന്റെ അടിയിലായതോടുകൂടി വല്ല ചാർജ് കഴിഞ്ഞോ? ഇനി ജീവിച്ചിരിക്കണ ഔലിയാക്കൾക്ക് ഈ പവറൊന്നും ഇല്ലേ?
ഇനി എന്താ നിങ്ങളെ വാദം? അത്രയും പവറുള്ള ആൾക്കാരൊക്കെ മടവൂരൊക്കെ മരിച്ചു പോയില്ലേ? മടവൂർ ഇപ്പൊ മുദബ്ബിറുൽ അല്ലല്ലോ, കുത്തുബുൽ ആലം അല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ കഴിയൂല നിങ്ങളെ വാദം തന്നെ? നിങ്ങൾ ജീവിച്ചിരിക്കണം ഔലിയല്ലേ കാന്തപുരം? അച്ചങ്ങായി വലിയാണ്, ഔലിയാക്കളെ ഷൂറിയിലെ മെമ്പറാണ് ഞങ്ങൾ പ്രസംഗിച്ചത്, ഇവര് പുരോഹിതം പ്രസംഗിച്ചത്. അത് കേട്ടിങ്ങനെ സുഖിച്ചിരുന്നു കാന്തപുരം അടക്കമുള്ള ആളുകള്. പറയണത് തെറ്റാണ് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? മുഖത്ത് നോക്കി മുഖസ്തുതി പറയുന്നതിന്റെ മുഖത്ത് മണ്ണ് വാരിയണമെന്നാ ഇസ്ലാമിന്റെ നിയമം. വല്ല പുരോഹിതന്മാരെ മുഖത്തൊക്കെ എത്ര ടിപ്പറിന് മണ്ണടിക്കേണ്ടി വരും? കാന്തപുരത്തിന് സ്റ്റേജിലിരുത്തിക്കാണ്ട് അങ്ങനെ ബടായി ഒട്ടിക്കുക, മൂപ്പരങ്ങനെ കേട്ടിങ്ങനെ രസിക്കുക. അങ്ങനെ സകല പുരോഹിതന്മാരിന്ന് ജീവിച്ചിരിക്കുന്ന സകല പുരോഹിതന്മാരും കറാമത്ത് സ്റ്റേജിൽ നിന്ന് പറയും. മറ്റവനങ്ങനെ കേട്ടുകൊണ്ട് കുടവയറും തടവിക്കാണ് ഇങ്ങനെ രസിച്ചിരിക്കും. അങ്ങനെ രസിച്ചിരിക്കുന്ന ഈ കാന്തപുരം അടക്കമുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലേ? ഔലിയാക്കളെ ഷൂറിയിൽ മെമ്പറല്ലേ? നിങ്ങൾ എന്തോടെ ഈ ഫലസ്തീൻ പ്രശ്നം ഒന്ന് പരിഹരിക്കാത്ത? മാത്രല്ല, നിങ്ങൾ ഔലിയാക്കളെ ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഇടയിൽ നിങ്ങൾ ഔലിയാക്കളെ അഹ്ലുദ്ദീവാൻ, ഔലിയാക്കളെ ഓഫീസ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നാണ്. അന്ന് ലോകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്ന് അവിടുന്ന് ചർച്ച ചെയ്യുമെന്ന് വെറുതെ പറയില്ല, കേട്ടു നോക്ക്. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു തആല അൻഹു അവരുടെ അനുഭവം പറയുന്നതായി അൽ ഇബ്രീസ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഔലിയാന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായ വിഭാഗമാണ് അഹ്ലുദ്ദീവാൻ. അവര് ഔലിയായിലുള്ള എക്സിക്യൂട്ടീവാണ്. അവരാണ് 24 മണിക്കൂറിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആകാശഭൂമികളിൽ എന്തെല്ലാം നടക്കരുത് എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഔലിയാന്റെ കൂട്ടത്തിലുള്ള അഹ്ലുദ്ദീവാൻ, ദീവാൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഓഫീസ് എന്നാണ്. അഹ്ലുദ്ദീവാൻ ഔലിയായിൽ അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, വിഷയങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സാധാരണക്കാരായ സമസ്തക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊക്കെ നിങ്ങളെ പുരോഹിതന്മാർക്ക് ഇങ്ങനെ ചില വാദങ്ങളുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, ഈ മാനസിക രോഗികളും അല്ലാത്തവരുമായ ആളുകൾ, അവർക്ക് അഹ്ലുദ്ദീവാൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ്. പ്രധാനപ്പെട്ട ഔലിയാക്കളൊക്കെ കൂടിയിട്ട് ഒരു ദിവസം 24 മണിക്കൂറിനുള്ള മീറ്റിംഗ് കൂടും. എന്നിട്ട് അന്ന് ഭൂമിയിലും ആകാശത്തൊക്കെ നടപ്പാക്കേണ്ട കാര്യങ്ങൾ പോലും ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. എല്ലാവരും മീറ്റിംഗ് കൂട്ടാ. അവിടെ ഇങ്ങനെ ഹാജറ വിളിച്ചും, CM മടവൂർ അഥവാ ചിറ്റടവീത്തിൽ അബൂബക്കർ ഹാജർ, ഓച്ചിറ ദാമോദരൻ ഹാജർ, വേങ്ങര കോയപ്പാപ്പ ഹാജർ, അമ്പംകുന്ന് വീരാന ഔലിയ ഹാജർ, പിന്നെ കാന്തപുര പോക്കര് ഹാജർ. മുമ്പൊക്കെ ഔലിയാക്കൾ സൂറിയിലെ നമ്പറാണല്ലോ. അങ്ങനെ എല്ലാവരും ഹാജരാക്കിയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് അങ്ങനെ മീറ്റിംഗ് കൂടി ഇങ്ങനെ തീരുമാനിക്കും. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നടക്കേണ്ടത്, കേരളത്തിൽ എന്തൊക്കെ നടപ്പാക്കേണ്ടി, ബാഗ്ദാദിൽ എന്തൊക്കെ നടപ്പാക്കേണ്ടി, ഫലസ്തീനിൽ എന്തൊക്കെ നടപ്പാക്കേണ്ടത്, അമേരിക്കയിൽ എന്തൊക്കെ നടപ്പാക്കേണ്ടത്, അതൊക്കെ ഓരോ കൂടി തീരുമാനിച്ചോട്ടോ. മീറ്റിംഗ് കൂടി കണ്ട് അങ്ങനെ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾ 24 മിനിറ്റ് നിയമസഭയും പാർലമെന്റും കൂടണം, ഒരു മാസങ്ങൾ കൂടുമ്പോഴൊന്നല്ല, ഡെയിലിയാണ്. അപ്പൊ എത്ര ദിവസമായി ആ ഫലസ്തീൻ ജനത അവിടെ പീഡനം അനുഭവിക്കുന്നത്? അവർക്കും വേണ്ടി നിങ്ങൾ മുതലക്കണ്ണീർ ഒഴിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഔലിയാക്കൾ എന്താ ഒരു അജണ്ടയിൽ, ഈ മീറ്റിംഗിന്റെ അജണ്ടയിൽ ആ വിഷയം എന്താ കൊടുന്നിടാത്ത്? അതേപോലെ ഇങ്ങനെ വെറുതെ നേരം പോക്കിനും വേണ്ടിയിട്ട് ഇങ്ങനെ ചില പാർട്ടി ഓഫീസിലൊക്കെ കാണുമ്പോൾ വൈകുന്നേരം കഴിഞ്ഞ പാർട്ടി ഓഫീസിൽ കുറച്ച് ആൾക്കാരെങ്കിൽ കയറി വരും, ഒന്ന് ക്യാരം ബോർഡ് കളിക്കും, ഇരുന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കട്ടൻ ചായയും കുടിച്ച് വിദേശ വീടിയും വലിച്ചിങ്ങനെ പിരിയും. അങ്ങനെയാണോ നിങ്ങളെ പരിപാടി? ഔലിയാക്കളുടെ പരിപാടി തന്നെ എല്ലാവരും അവിടെ അങ്ങനെ കൂടുക. CM മടവൂരും വേങ്ങര കോയപ്പാപ്പിയും ഓച്ചിറ ദാമോദരനും അമ്പംകുന്ന് വീര ഔലിയപ്പാപ്പിയും ഒക്കെ അങ്ങനെ കൂടിയിട്ട് അങ്ങനെ സോറിയും പറഞ്ഞ് ബടായും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അത് നിങ്ങൾ മീറ്റിങ്ങിന്റെ മുഖ്യ അജണ്ട പരിപാടി തന്നെ. എന്നിട്ട് മീറ്റിങ്ങിന് വരാത്ത ഔലിയന്റെ കുറെ കുറ്റം പറയാം. ഓനക്ക് എങ്ങനെ നടന്നിൻ്റെ ആളാ, തിരുമ്പി കുളിച്ചാതെ, തൂരെ ചന്തിയാകാതെ, മൂത്രയിച്ച മനരിക്കാതെ, നിസ്കരിക്കാതെ നടന്നിൻ്റെ ആളാണ്. ഓനെ ഞാനാ പിടിച്ച ഔലിയാക്കിയത്. ഇപ്പോൾ ഓനക്ക് മീറ്റിങ്ങിനും വരാൻ ഓരോ ഒഴിവില്ല, നമ്മളൊരു നിലയും വിലയില്ല, കാരണം ഓൻ്റെ കുറ്റം കുറെ പറയാം. അതൊക്കെ നിങ്ങളെ പരിപാടി തന്നെ. അത് അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും നിങ്ങൾ തീരുമാനിക്കരുത്. ഡെയിലി ബജറ്റ് അവതരിപ്പിക്കുമല്ലോ, ഡെയിലി മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഡെയിലി ബജറ്റ് അവതരിപ്പിക്കും. ഇന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോരുത്തരും നിവേദനം കൊണ്ടും. മടവൂർ ഇങ്ങനെ എഴുതിക്കൊണ്ടും കുറച്ച് നിവേദനം. ഇന്ന് പാലക്കാടുള്ള പാത്തുമ്മാക്ക് പള്ളി ഉണ്ടാക്കി കൊടുക്കണം, വടകരയുള്ള കുഞ്ഞാമിനാക്ക് ഉള്ള പള്ളൻ്റെ ഉള്ളിലുള്ള പെൺകുട്ടിനെ ആൺകുട്ടിയാക്കി കൊടുക്കണം, കോഴിക്കോടുള്ള കോയാമൂന് മൂലക്കുരു മാറ്റി കൊടുക്കണം, മലപ്പുറത്തുള്ള മെയ്തീൻ്റെ ഓൻ്റെ ബ്ലഡ് ക്യാൻസർ മാറ്റി കൊടുക്കണം. ഇതൊക്കെ ഞങ്ങൾ മീറ്റിങ്ങുള്ള അജണ്ട ഉള്ളൂ തന്നെ. അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ഇല്ലേ? പിന്നെ എന്തെങ്കിലും ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞെന്താണ്? അപ്പോൾ അതാണ് പോലെ ഔലിയാക്കൾ മീറ്റിംഗ്, ഡെയിലി മീറ്റിംഗ് കൂടിയിട്ട് എന്നിട്ട് എന്താണ്? അപ്പൊ ഈ ഫലസ്തീന്റെ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്തുകൂടെ ഞങ്ങൾ ഔലിയാക്കൾക്ക്? ഇനി അതും പോട്ടെ, ജീലാനിനെ കുറിച്ച് ഇവർ പറഞ്ഞ കഥ എന്ത്? ജീലാനിന്റെ അനുവാദമല്ലാതെ ബാഗ്ദാദിന്റെ മുകളിൽ കൂടി പറന്നുപോയ ഒരു വലിയനെ വെടിവെച്ച് താഴ്ത്തിയിട്ട് വിലായത്തൊക്കെ എടുത്ത് ഒഴിവാക്കി, അങ്ങനെ കഥ ഉണ്ട്. അതും പറഞ്ഞു കേട്ടോക്കെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു
അവർ കുതുബായിരുന്ന കാലത്ത് എത്രയോ ഔലിയാക്കന്മാർ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, മര്യാദക്കേട് കാണിച്ചു. ബഗ്ദാദിന്റെ ഭാഗത്തിലൂടെ സമ്മതമില്ലാതെ കുതുബായിരിക്കുന്ന ഒരു കുതുബുണ്ടാകുമ്പോൾ കുതുബിന്റെ സമ്മതം വേണം ചലിക്കാൻ. കുതുബിന്റെ സമ്മതമില്ലാതെ ആകാശത്തിലൂടെ പാറി വരുന്ന ഒരു വലിയ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാം കാണും, ഒരു കുതുബ് എല്ലാം കാണും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല വീട്ടിലിരിക്കുകയാണ്. സംഗതി മനസ്സിലായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ആ സ്ഥലത്തെത്തിയപ്പോൾ ആ വലിയനിക്ക് പറക്കാൻ വയ്യ. ചിറകറ്റ പക്ഷിയെപ്പോലെ ആ വലിയ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിലിന്റെ കൊലായിൽ വാതിലിൽ വെച്ച് വന്നുകൊണ്ട് മലർന്ന് കടന്ന് വീഴുന്നു. യാതൊരു രക്ഷയുമില്ല. അവിടെ കുറെ നേരം കിടക്കുന്നു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദന്മാരിൽ പ്രധാനപ്പെട്ട മുരീദ് അലിയുനിൽ ഹീത്തി റളിയല്ലാഹു തആല അൻഹു ഭാഗ്യത്തിന് ആ വഴിയിൽ വന്നു. അവര് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? അവർക്ക് സംസാരശേഷി കുറവാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് ശഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അകത്തേക്ക് പ്രവേശിച്ചു അലിയുനിൽ ഹീത്തി റളിയല്ലാഹു അൻഹു. അവർ ചോദിച്ചു, യാ സയ്യിദി, എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മര്യാദ കേടാ കാണിച്ചു. മര്യാദ ഇല്ലാതെ ബഗ്ദാദിന്റെ ഭാഗത്തിലൂടെ അദ്ദേഹം പറന്നു പോവുകയായിരുന്നു. അപ്പോൾ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഔലിയാക്കളെ തീരുമാനിക്കലും ആ വിലായത്ത് ക്യാൻസൽ ചെയ്യലൊന്നും അല്ലല്ല. ഒരാളെ പ്രവർത്തനം കൊണ്ട് ഔലിയാകുക, ഒരാളെ പ്രവർത്തനം കൊണ്ട് വിലായത്ത് ക്യാൻസൽ ആകുക, അങ്ങനെയല്ല. അതൊക്കെ മൊയ്തീൻ ശൈഖ് തീരുമാനിക്കും ആരെ ഔലിയാക്കണം, ആരെ വിലായത്ത് ക്യാൻസൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ മൊയ്തീൻ ശൈഖ് ആ കാലത്തെ കുത്തുബാണത് യഥാർത്ഥ മൊയ്തീൻ ശൈഖ് അല്ലട്ടോ. ഇവരെ മാല മൗലിദ് പീറ കിതാബുകളിലുള്ള കഥകളിലുള്ള മായാവി കഥകളിലുള്ള മൊയ്തീൻ ശൈഖിന്റെ കഥയാണ് ഈ പറയുന്നത്. യഥാർത്ഥ മൊയ്തീൻ ശൈഖ് മഹാനാണ്, തൗഹീദിനും വേണ്ടി പടപൊരുതിയ ആളാണ്. അപ്പൊ ഇവരുടെ മാലകളിലുള്ള മൊയ്തീൻ ശൈഖ്, ഇവരുടെ കഥകളിലുള്ള മൊയ്തീൻ ശൈഖ് ആ കാലത്തെ കുത്തുബായിരുന്നു. അങ്ങനെ മൊയ്തീൻ ശൈഖിന്റെ അനുവാദമില്ലാതെ ബാഗ്ദാദിന്റെ മോൾ കൂടി പറഞ്ഞ ഒരാൾക്കുണ്ടായ ദുരനുഭവമാണ് ഈ മൊല്ല വിശദീകരിച്ചത്. അപ്പൊ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് ഇഷ്ടമല്ലാതെ, അവരുടെ സമ്മതമില്ലാതെ അവരെ കടന്നു കയറി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ മേൽ അക്രമങ്ങൾ അയച്ചുവിട്ട ഈ ഇസ്രായേലി സൈന്യം, ഈ ജൂത പോക്കിരിമാര്, ഇവരെ ഒതുക്കാനും ഇവരെ തകർക്കാനും മൊയ്തീൻ ശൈഖിന് കഴിയൂലേ? കഴിയണല്ലോ. അതാണല്ലോ പല വിലായത്ത്, അതാണല്ലോ പല കറാമത്ത്. അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ ശിക്ഷിക്കുക. അത് സ്വന്തം ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും കൂടെ നടക്കുന്ന ആളുകളാണെങ്കിലും ഒരു നോട്ടം കൊണ്ട് ഭസ്മീകരിക്കും, ഒരു നോട്ടം കൊണ്ട് തളർത്തിക്കടത്തും, എല്ലാം ചെയ്യും. അവർക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താല് ലോകത്ത് കോടാനുകോടി മുസ്ലിം ജനങ്ങൾ പീഡനം അനുഭവിക്കുമ്പോൾ ആ പീഡനത്തിന്റെ കാരണക്കാരെ ശിക്ഷിക്കാൻ ഇവരുടെ ഔലിയാക്കൾ ശ്രമിക്കുന്നില്ല. അപ്പൊ നിഷ്ക്രിയരാ, അപ്പൊ കഴിവില്ല, ഒന്നുമില്ല. എല്ലാം പല ഔലിയാക്കളെ കൊണ്ട് കഴിയുന്ന പോലെ വിശ്വസിക്കണേ. ഇത് മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ, സുനാമി, കാറ്റ്, തിരമാല, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ പോലും മടവൂര് അടക്കി നിർത്തുന്നതാണ് ഇവർ പ്രസംഗിച്ചിട്ടുള്ളത്. കേട്ടു നോക്ക്. ഒരു ദിവസം 900ഓളം ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിൽ വന്ന് പരിഹാരങ്ങൾ തേടി വന്നു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. രോഗികളായ ആളുകൾ, അതിൽ തന്നെ പലവിധ രോഗങ്ങൾ. പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് അവിടെ പറയാനില്ല. ശൈഖുന എല്ലാറ്റിൻ്റെയും സ്പെഷ്യലാണ്, എല്ലാറ്റിനും പരിഹാരമാണ്. അനുഭവസ്ഥർ 100 അല്ലേ, ആളുകൾക്ക് എത്ര പറയാനുണ്ട്. അതല്ലാത്ത കേസുകൾ, കടം കൊണ്ട് വലഞ്ഞവർ, വീടില്ലാത്തവർ, ഗൾഫിൽ പോയിട്ട് യാത്രയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അപ്പുറത്ത് വലിയ വലിയ കേസിലകപ്പെട്ട ആളുകൾ, വയവ് നിശ്ചയിച്ചിട്ട് വെള്ളം കൊണ്ട് പ്രശ്നമുള്ള ആളുകൾ, കാറ്റുമഴനെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ട് വരുന്നു, തിരമാല സുനാമികളെ കൊണ്ട് ബുദ്ധിമുട്ട്, എല്ലാറ്റിനും ശൈഖുന അവിടെ പരിഹാരമാണ്. അപ്പൊ സുനാമി അടക്കമുള്ള തിരമാലകള്, കാറ്റ്, ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങള് അതിനെപ്പോലും വരുതിയിലാക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവരുടെ മടവൂരടക്കമുള്ള ജീലാനി അടക്കമുള്ള ഔലിയാക്കൾ എന്ന് അവർ പറയണത്. അപ്പൊ ഇവരൊക്കെ ഉണ്ടായിട്ട്, ഇവരുടെ കറാമത്ത് ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ, ഈ ജൂത പോക്കിരിമാരെ, തമ്മാടിമാരെ അടക്കി നിർത്താൻ ഇവരെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? ഇനി മരിച്ചു കഴിഞ്ഞാൽ പോലെ കറാമത്തിന്റെ ചാർജ് കഴിയാൻ പാടില്ലല്ലോ. കാരണം മരിച്ചു കഴിഞ്ഞാൽ പോലെ ഇങ്ങനെ കുറുന്തോട്ടിയാണെങ്കിൽ മാര് വീര്യം കൂടുന്ന അവർ പറച്ചില്, മനസ്സിലായോ? മരിച്ചാൽ ശക്തി കൂടും ഔലിയാക്കളെ. അപ്പൊ ഈ ശക്തി കൂടിയ, മരണാനന്തരം ശക്തി കൂടിയ ഇവരുടെ ഈ ഔലിയാക്കൾ ഇത്രത്തോളം ഉണ്ടായിട്ടും ഈ ലോകത്ത് ദുരന്തം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് അവർ ഔലിയാക്കൾ ശ്രമിക്കുന്നില്ല? അത് ചോദിക്കുമ്പോൾ അവർക്കൊരു തിരിച്ച ചോദ്യമുണ്ട്. വഹാബി, അപ്പൊ നിങ്ങൾ അള്ളാഹ്ക്കോ? നിങ്ങൾ വലിയ അള്ളാഹിന്റെ ആൾക്കാരല്ലേ, അള്ളാഹ്ക്ക് എന്താ കയ്യാത്ത്? മിനായില് ദുരന്തം ഉണ്ടായില്ലേ, കഅബത്തങ്ങ് സ്ഫോടനം ഉണ്ടായില്ലേ, അള്ളാഹിന്റെ പള്ളിക്കൽ പലതും ഉണ്ടായില്ലേ, എന്നിട്ടെന്താ അള്ളാഹ് രക്ഷിക്കാത്ത? അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഔലിയാക്കളും.
പിന്നെ ആ സാധുക്കളെ ഇങ്ങനെയൊക്കെ ഉളുപ്പില്ലാതെ മൈക്കന്റെ മുമ്പിൽ വെച്ചിട്ട് വിളിച്ചു പോകണമെങ്കിൽ ഇവന്റെ ഉള്ളിൽ എത്രത്തോളം കുഫറുണ്ടായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഒരു ലെവലേശം വിശ്വാസം ഇവനുണ്ടെങ്കിൽ ഈ വർത്താനം പറയോ? ഓൻ ചോദിക്കുക, നിങ്ങൾ അള്ളാന്റെ ആൾക്കാരല്ലേ, ഞങ്ങൾക്കെതിരാണ് തോരുന്നൂടെ, ഈ സക്കാഫികളെ നശിപ്പിക്കണേ തോരുന്നൂടെ? എടോ, ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഈ സക്കാഫികൾക്ക്, കാന്തപുരടക്കമുള്ള ഈ പടു ഖുറാഫികൾക്ക് അള്ളാഹുവേ നീ ഹിദായത്ത് നൽകണേ, ഇല്ലെങ്കിൽ ഈ സമുദായത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്, ഈ സമുദായത്തിന്റെ ഈമാൻ തകർത്തുകൊണ്ടിരിക്കുന്നതിന് അവർക്ക് നീ തക്കതായ ശിക്ഷ നൽകണേ അള്ളാഹു ഞങ്ങൾ പ്രാർത്ഥിക്കലുണ്ട്. ആ ശിക്ഷ പരലോകത്ത് കിട്ടുന്ന അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കണേ. അതായത് പരലോകം. ഇവിടുന്ന് ചോദിക്കണ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊടുക്കണമെങ്കിൽ പരലോകത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ 3 നൽക, അതിലൊന്നാണ് പരലോകത്ത് കൊടുക്കുന്ന അറിയാം. അതുപോലെ അറിയാത്ത പടുജാഹിൽ, പടുവിട്ടി പിന്നെ സമുദായത്തിന്റെ നേതാവ്. മനസ്സിലായോ? നീ ചോദിക്കുക, മഞ്ഞക്കുളം മക്കാമില് ഭണ്ഡാരപ്പെട്ടി പൊളിച്ചപ്പോളേ അപ്പൊ അവിടുത്തെ ശേഖർ രക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അള്ളാന്റെ പള്ളിക്കൽ അള്ളാന്റെ ആൾക്കാരല്ലേ, അള്ളാഹ്ക്ക് കഴിവില്ലേ, അപ്പൊ അള്ളാന്റെ പള്ളിക്കൽ വല്ല മോഷണം നടന്ന അള്ളാഹ് രക്ഷിക്കാത്ത. ഇവിടെ മഞ്ഞക്കുളം മക്കാമില് ഔലിയ എന്ന് പറയുന്ന ചങ്ങായി ഉണ്ടല്ലോ, അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾ കൺമുമ്പിൽ വെച്ച് അയാളെ വീട്ടിൽ കള്ളം കയറുമ്പോ അയാൾക്കതിൽ തടയാൻ കഴിയുമായിരുന്നെങ്കിൽ അയാൾ തടയും. അപ്പൊ അയാൾ ഇങ്ങനെ തടയാതെ ഇങ്ങനെ നോക്കിക്കോ, അള്ള ഉണ്ടല്ലോ അവിടെ, അല്ല ഒന്ന് രക്ഷിച്ചോട്ടെ, കള്ളന്മാരെ പിടിച്ചോട്ടെ എന്നറിയോ? ഇല്ല, ഒന്നിനും കഴിഞ്ഞില്ലെന്ന് വിളിച്ചോളൂ, ഒന്ന് നൊലോളിക്കും, വണ്ടി വരുമോ എൻ്റെ വലിയ കള്ളം കയറിയേക്കൂടെ ഒന്ന് കഴിച്ചിലാക്കി എന്ന് പറയും. അല്ല, അള്ള വന്നങ്ങാണ്ട് കള്ളന്മാരെ പിടിക്കട്ടെ എന്നും പറയില്ല, വിവരമില്ലാത്ത ഹംക്ക്. എന്നിട്ട് ഓന്റെ വ്യാഖ്യാനം ഇത് മഞ്ഞക്കുളം മക്കാമിലെ വലിയ അങ്ങനെ മൂപ്പര് മോഷണം നടന്നു തടയാൻ കഴിയാഞ്ഞിട്ടല്ല, മൂപ്പര് ഇങ്ങനെ കയ്യും കെട്ടി നോക്കുന്നു. എന്തിന്? അങ്ങനെ കള്ളന്മാര് കട്ടുകൊണ്ടേക്കാണ്ട് പിന്നെ എൻ്റെ ഈ മുരീതന്മാരുണ്ടല്ലോ പൊട്ടന്മാര്, ഇതിങ്ങനെ തപ്പി നടക്കട്ടെ കള്ളന്മാരെ, എന്നിട്ട് അതിന്റെ കൂലി ഓൽക്ക് കിട്ടട്ടെ എന്നായിരിക്കും മഹാനവറുകൾ വിചാരിച്ചിട്ടുള്ളത്. ഇവനുള്ള മഹാനവറുകളുടെ മനസ്സറിയില്ലേ? എന്തൊക്കെ വ്യാഖ്യാനങ്ങളെ ചെങ്ങായിമാര് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ആ കയ്യായിട്ടല്ല, നിങ്ങൾ അള്ളാഹ്ക്ക് കഴിയോ എന്നാൽ ഞങ്ങൾ ഔലിയാക്കും കഴിയും. അള്ള എന്താ ചെയ്യാത്ത അതിന് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലെ ഞങ്ങൾ ഔലിയാക്കും കാരണങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വിവരം പോലില്ലാത്ത പടുജാഹിൽ പണ്ഡിതനാണ് അവൻ. എടോ, അള്ളാഹിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അറിയാ, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ള ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ പറ്റൂല. എന്തേ അള്ള അങ്ങനെ ചെയ്തു, എന്തേ അള്ള അങ്ങനെ ചെയ്തില്ല, കാഫറാവൂച്ച്. മനസ്സിലായോ? അള്ളാഹിനെ കുറിച്ച് ചോദ്യം ചെയ്താല് എന്റെ ഉസ്താദിനെ കുറിച്ച് എനിക്ക് ചോദിക്കാം, എന്റെ ബാപ്പാനോട് ചോദ്യം ചോദിക്കാം, എന്റെ മക്കളോട് ചോദ്യം ചോദിക്കാം, എന്തേടാ ചെയ്യായിരുന്നു, അങ്ങനൊരു കാര്യം ഞാൻ ഏൽപ്പിച്ചല്ലേ, എന്തേ ചെയ്യാന്ന് ചോദിച്ചാൽ എന്റെ മക്കളോട് ചോദ്യം ചോദിക്കാം. ചെയ്തില്ലെങ്കിൽ ചൂരിലെടുത്ത് മക്കളെ ചന്തിക്ക് 4 പൊട്ടിക്കും ചെയ്യാം. അങ്ങനെ ഉസ്താവിനോടും ചോദിക്കാം, എന്റെ ശിഷ്യന്മാരോട് ചോദിക്കാം, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റില്ല എന്തേ അള്ളാഹ് ചെയ്യായിരുന്നു എന്നുള്ളത്. അത് ചോദിക്കണം, വിശ്വാസമല്ല, കാഫറാണ്. എന്താ അള്ളാഹ് അങ്ങനെ ചെയ്യായിരുന്നു, അള്ളാഹിനോട് ചോദിക്കുക. ഞങ്ങൾ ഔലിയാക്ക് കഴിവുണ്ട്, ഞങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം അതിന്റെ കൂലി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് മിനായില് ദുരന്തം ഉണ്ടായിപ്പോ അള്ളാഹ് എന്താ രക്ഷിക്കാനോ അത് കയ്യായിട്ടാ ചോദിക്കാണ് പടുവിട്ടികള്. പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ ഉസ്താദ് ഇതിലും വലിയ വിട്ടിത്താ പറയണത്. അതൊന്ന് കേട്ടു നോക്ക്. ഓ, അജ്മീറില് എല്ലാവരും ചെല്ലുന്ന വലിയൊരു സ്ഥലം, എന്നിട്ട് അവിടെ സ്ഫോടനം ഉണ്ടായപ്പോ അത് നോക്കാൻ അജ്മീറിലെ ഖാജാനെ കൊണ്ട് കഴിഞ്ഞില്ലാണ്. എന്നാൽ കഅബോ അള്ളാഹുവിന്റെ വീടല്ലേ, ആ കഅബത്തിൽ കുറെ ആളുകൾ കൊണ്ടൊന്ന് സ്ഫോടനം നടത്തല്ലോ, അത് നോക്കാൻ അള്ളാഹെ കൊണ്ട് കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട് സഹോദരങ്ങള്? ശിഷ്യൻ അജ്ജാതി പൊട്ടത്തരം പറഞ്ഞതിൽ വല്ല അത്ഭുതമുണ്ടോ? വലിയ മൂപ്പര വാദാണിത്. മനസ്സിലായോ? വിത്തിന് കുത്തുണ്ടായ ഇലക്ക് വാട്ടുണ്ടാവുന്ന ഒരു ചൊല്ലുണ്ട്. ഇയാളല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആദർശം, കിതാബ് ഓതി കൊടുക്കുന്നുണ്ട് ഇയാളല്ലേ. ചോദിക്കുക, മിനായിൽ കഅബത്തിങ്ങ സ്ഫോടനം ഉണ്ടായില്ലേ, അജ്മീറിൽ സ്ഫോടനം ഉണ്ടായപ്പോ എന്തുകൊണ്ട് അജ്മീർ ഖാസ രക്ഷിച്ചില്ല ചോദ്യത്തിന് മറു ചോദ്യം, കഅബയിൽ സ്ഫോടനം ഉണ്ടായപ്പോ എന്തുകൊണ്ട് അള്ളാഹ് രക്ഷിച്ചില്ലോ? അതുപോലെ തന്നെയാണ് അജ്മീർ ഖാജിൻ. പ്രായം കുറയിച്ചിട്ട് പക്വതയും ഇവരുണ്ടാവില്ല. മനസ്സിലായോ? താടി നരച്ചിട്ട് താടി മുടി വെളുത്തു വെച്ചിട്ട് മനസ്സ് വെളുക്കൂല. അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യം ചോദ്യം ചെയ്യാൻ പാടില്ല. പഠിച്ചു വെച്ചോ. അള്ളാഹു എന്തുകൊണ്ട് ചെയ്തു, അള്ളാന്റെ ഇഷ്ടം. അള്ളാഹു എന്തുകൊണ്ട് ചെയ്തില്ല, അള്ളാന്റെ ഇഷ്ടം. അതുപോലല്ല മനുഷ്യന്മാര്, സൃഷ്ടികൾ അങ്ങനെയല്ല. മനുഷ്യന്മാര് പല കാര്യങ്ങൾക്കും നിർബന്ധിതരാണ്. മനുഷ്യന്മാരെ ഏൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. ചോദ്യം ചെയ്യും വീഴ്ച വരുത്തിയാല്. ഇപ്പൊ ഇയാളിങ്ങനെ ഇരിക്കുകയാണ്, ഒരു ദിവസം ഇയാളെ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കസാരയും കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു കണ്ണാണത്തെ കുട്ടി, ഇയാളെ ശിഷ്യൻ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തപ്പി തടഞ്ഞ് ഇയാളെ മുമ്പിലുള്ള ഇയാളെ സ്ഥാപനത്തിന്റെ മുമ്പിലുള്ള കിണറ്റിക്കാണ് ചാടി. ഇയാൾ ഇങ്ങനെ കണ്ട് എളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്റെ ഉസ്താദ് നിങ്ങൾ തടയായിരുന്നു. അത് അള്ളയും കാണില്ലേ, അള്ള എന്തേ തടയായിരുന്നു? അതുപോലെ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാളെ പ്രായം പാണ്ഡിത്യം നോക്കാതെ പെടക്കൂല ആൾക്കാരിട്ടിട്ട്. ഇയാളെ സ്ഥാപനം അടുത്ത മാസം 10-ാം തീയതി പൊളിഞ്ഞാടാൻ പോകുന്നു എന്നൊരു അറിവ് ഇയാൾക്ക് കിട്ടിയാണ് മുൻകൂട്ടി.
അത് തടയാൻ ഇയാൾക്ക് കഴിയുമെന്ന് വിചാരിക്കുക. ഇയാൾ തടഞ്ഞില്ല, ഇങ്ങനെ മുണ്ടായിരിക്കാണ്. അങ്ങനെ പൊളിഞ്ഞാടിക്കാണ് കുറെ കുട്ടികൾ മരിച്ചു, സാധുക്കള്. അപ്പൊ ഇയാൾ എനിക്കത് അറിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മുണ്ടായിരുന്നത് അള്ളാഹ്ക്കും അറിയില്ലായിരുന്നോ? അള്ളാഹ് മുണ്ടി ഞങ്ങളോട്. അതുപോലെ തന്നെയാണ് ഞാനൊന്ന് പറയോ കൗമേ? അല്ല, മറ്റോ അലവി സക്കാഫി പറഞ്ഞ മാതിരി അതിന്റെ കൂലി കിട്ടാൻ വേണ്ടി ഷഹീദിന്റെ, അങ്ങനെ അപകടത്തിൽ മരിച്ച ഷഹീദാണല്ലോ, ഷഹീദിന്റെ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ മുണ്ടാതിരുന്നാണെന്ന് പറഞ്ഞാൽ ഈ കാക്കാനങ്ങൾ വിടുവോ? നാട്ടുകാര് വിടുവോ? വിവരക്കേട് പറയേ. അള്ളാഹ് നിങ്ങളീ ഒരുപോലെ താരതമ്യപ്പെടുത്തേ. ഇവിടെ അള്ളാഹിനെ പോലെ അള്ളേ ഉള്ളൂ. അള്ളാഹുവിനും സൃഷ്ടികളും താരതമ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവർത്തനവും സൃഷ്ടികളുടെ പ്രവർത്തനവും താരതമ്യപ്പെടുത്താൻ പാടില്ല. ഇതൊക്കെ എന്ത് വിശ്വാസിയാ? ഏത് ഇസ്ലാമങ്ങളൊക്കെ പഠിച്ചത്? അള്ളാഹിനെ കുറിച്ചുള്ള ബോധം തടോ നിങ്ങൾക്ക്? നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത് സൂറത്ത് നൂഹിൽ അള്ളാഹ് ചോദിച്ചൊരു ചോദ്യ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. എന്ത് പറ്റിയോ നിങ്ങൾക്ക്? അള്ളാഹ്ക്ക് എന്താ ഒരു ഗാംഭീര്യം കൊടുക്കാത്ത? എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു വെക്കുക. നിങ്ങൾ ഓരോ വികല വിശ്വാസങ്ങൾ സമൂഹത്തിനെ പഠിപ്പിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്താൽ അള്ളാഹ്ക്ക് കഴിയൂലേ? നിങ്ങൾ അള്ളാഹിന്റെ ആൾക്കാരല്ലേ, നിങ്ങൾ അള്ളാഹ്ക്ക് കഴിവില്ലേ, അപ്പൊ ഞങ്ങൾ ഔലിയക്കും കഴിവില്ല? അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്? ഈ ഭൂമിയിലുള്ള പല ദുരന്തങ്ങളും ജീവിച്ചിരിക്കുന്ന കാലത്തും അല്ലാത്ത കാലത്തും തടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഫലസ്തീൻ പ്രശ്നമാണല്ലോ. ഫലസ്തീൻ പ്രശ്നം തന്നെ പരിഹരിക്കാൻ ലോകത്ത് 2 ആൾക്കാർക്കേ കഴിയുള്ളൂന്ന പ്രധാനപ്പെട്ട വേറെ ശിഷ്യം പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞു 2 കൊല്ലം മുമ്പേ പുത്തനത്താണി എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ഒരു റമദാൻ പ്രഭാഷണത്തിന്റെ വേദിയിൽ പറഞ്ഞു, ഇസ്രായേലിന്റെ തലസ്ഥാനമായി യഹൂദികൾ ഗാസ പ്രഖ്യാപിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക് കയറുന്ന മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന സമയത്ത് ഞാൻ അന്ന് അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഞാനൊരു വലിയ ആളായിട്ട് പറയല്ല, ഈ എളിയവനായി ഞാൻ പറഞ്ഞു, ഗാസ പ്രശ്നം പരിഹരിക്കാൻ 2 ആൾ കൂടി ചർച്ച നടത്തിയാലേ പ്രശ്ന പരിഹാരമാകുള്ളൂ. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അല്ല, ഒബാമയായിരുന്നു. ഒബാമയല്ല ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിയല്ല ഞാൻ പറഞ്ഞത്, സോവിയറ്റ് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാദിമിർ പുടിനെയല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഫ്രീക്കൻ ബോയ് ആയി നിൽക്കുന്ന ദക്ഷിണ കൊറിയയുടെ ആ പ്രസിഡന്റിനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2 ആളെയാണ്. ഗാസ പ്രശ്നം, ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം പരിഹരിക്കാൻ വത്തിക്കാനിന്റെ ഭരണാധികാരിയും 150 കോടി ക്രിസ്ത്യാനികളുടെ നേതാവുമായ ആ വത്തിക്കാന്റെ ഭരണാധികാരിയായ മാർപ്പാപ്പ ഇറങ്ങി വരണം. രണ്ടാമത്, ഈ സമുദായത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ. തൃശ്ശൂർ അറിയണോനെ മലപ്പുറത്തില്ല, മലപ്പുറത്ത് അറിയണോ തൃശ്ശൂരിലില്ല, കേരളത്തിൽ അറിയണോ കർണാടകയിലില്ല, കർണാടകയിൽ അറിയണോ കേരളത്തിലില്ല, ഇന്ത്യയിൽ അറിയണോ സൗദിയിലില്ല, സൗദിയിൽ അറിയണോനെ ഇന്ത്യയിൽ അറിയില്ല. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നേതാക്കളുടെ അവസ്ഥ. പക്ഷെ എല്ലായിടത്തും അറിയുന്ന ഒരേ പേരുണ്ട്, ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് അൽ കാന്തപുരം. കാന്തപുരം ഉസ്താദും മാർപ്പാപ്പയും ചർച്ച നടത്തണം. 2 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാട്ടോ. പലസ്തീൻ പ്രശ്നം ഒന്നുണ്ടല്ലോ. അപ്പൊ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ 2 ആളുകൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. ആരൊക്കെയാണത്? ഒന്ന് വത്തിക്കാനുള്ള മാർപ്പാപ്പ, മറ്റേ നമ്മളെ കാന്തപ്പാപ്പ. അതിൽ മാർപ്പാപ്പ നിലപാട് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഒരാള് മുപ്പര് പറഞ്ഞു, ഇസ്രായേലിനെ തിരിച്ചടിക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. കഴിഞ്ഞു, മുപ്പര് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആര് പറയണം? ഇനി കാരന്തൂർ സഭയുടെ മേലധ്യക്ഷൻ കാന്തപ്പാപ്പ. മുപ്പരും പാടെന്ന് പറയട്ടെ, പരിഹരിക്ക്, പ്രശ്നം പരിഹരിക്ക്. ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 ആളുകളാണല്ലോ. മരിച്ച ഒരു ആൾക്കളെ കൊണ്ട് ഏതെങ്കിലും കൊണ്ട് കഴിയൂല, നമുക്ക് മനസ്സിലായി. ചാർജ് കഴിഞ്ഞു, അതിന്റെ എക്സ്പയറി ഡേറ്റ് ആയി, അത് കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഔലിയാളപ്പം മൂപ്പരെ കൊണ്ട് പരിഹരിക്കാൻ പറയടോ പ്രശ്നം. എന്നിട്ട് സലഫികളെ മക്കട്ട് കയറാ. സൗദി രാജാവിനെ കുറിച്ച് ഇല്ലാത്ത കള്ള ആരോപണം പറഞ്ഞ് കത്ത് എഴുതി പലസ്തീനെ എഴുതി കൊടുത്തു എന്ന് പറയുന്നതിന് മുമ്പ് ഇത് പരിഹരിക്കാൻ പറ്റിയ ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിനുണ്ട്, പരിഹരിക്കാൻ പറ. പരിഹരിക്കുന്നത് ഞാൻ മാത്രമല്ല, മൂപ്പര് ആകെ ചെയ്ത പണി എന്താ അറിയോ? കാന്തപുരം ഉസ്താദ് ചെയ്ത പണി, മൂപ്പര് പലസ്തീൻ മുഫ്തിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ. ഞങ്ങൾ ദ്വാരക്കുണ്ട്, നിങ്ങൾ പേടിക്കണ്ടോ? അതിനിപ്പോൾ ഇയാൾ വേണം. പിന്നെന്താ? പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി മധ്യസ്ഥം വഹിക്കണം എന്ന് കാന്തപുരം കത്തയച്ചു നരേന്ദ്രമോദിക്ക്. അതിനിപ്പോൾ ഇയാൾ വേണം. ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഏതൊരു പൗരനും നരേന്ദ്രമോദിക്ക് ഒരു പ്രധാനമന്ത്രിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് കത്തയക്കാം. മനസ്സിലായോ? ഇമെയിൽ ID യിൽ അങ്ങോട്ടും അയക്കാം, പലസ്തീൻ മുഫ്തിക്കും അയക്കാം. ഞങ്ങൾ പ്രാർത്ഥന ഉണ്ട്, എല്ലാ പിന്തുണയുണ്ട്. അതിനിപ്പോൾ ഇയാൾ വേണം. ഇതാണ് അപ്പം നിങ്ങൾ പറഞ്ഞ പരിഹാരം തന്നെ. അപ്പൊ നിങ്ങൾ ജീവിച്ചിരിക്കണ ഔലിയാക്കളായിക്കോട്ടെ, നിങ്ങളാ മരിച്ചുപോയ ഔലിയാക്കളായിക്കോട്ടെ, ഓലെ കൊണ്ടൊന്നും ഒരു പുലുക്കൊടി ഭൂമിയിൽ അനക്കാൻ കഴിയൂല. അല്ലല്ല മുദബ്ബിറുൽ പോയിട്ട് ഈ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ, കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാനോ, ഓലെ സ്ഥാപനത്തിലെ പ്രശ്നം പരിഹരിക്കാനോ, ഓലെ സംഘടനക്കുള്ളിലെ പ്രശ്നം പരിഹരിക്കാനോ, ഓലെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാനോ, സ്വന്തം ശരീരത്തിന്റെ പ്രശ്നം പോലും പരിഹരിക്കാൻ ഓലെ കൊണ്ട് കഴിയൂല. ഒരു അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറങ്ങളാണ് ഈ പ്രളയത്തിൽ പലതും മുങ്ങിപ്പോയത്.
ഇതൊക്കെ സമുദായത്തിനെ പറഞ്ഞ് വഞ്ചിച്ച് സമുദായത്തിന്റെ പോക്കറ്റിലുള്ള പൈസ പുറത്തേക്ക് നിങ്ങളെ മുസ്ലിയാക്കന്മാരെ പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഈ കള്ള കറാമത്ത് കഥകളും ഇല്ലാത്ത പോരിശകളും ഓല തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുക എന്നല്ലാതെ അണ്ടിയോടടക്കുമ്പോൾ അറിയാം മാങ്ങന്റെ പൊളി. ഒരാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലും വേണ്ടി വരും, മറ്റുള്ള ആൾക്കാരും വേണ്ടി. അപ്പം നിങ്ങൾ ഔലിയാക്കളെ ചാർജും ഉണ്ടാവില്ല, കഴിവുണ്ടാവില്ല, ഒരു കൊന്തും ഉണ്ടാവില്ല, ഒന്നിനും പറ്റൂല നിങ്ങൾ ഔലിയാക്കളെ. ഒരു കൊടിച്ചിപ്പട്ടിന്റെ വില പോലും നിങ്ങൾ ഔലിയാക്കാൻ നേരത്തെ നിങ്ങൾ കൊടുക്കൂല. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഇത്രയാണ് തൽക്കാലം പറയാനുള്ളത്. ഇനി തുടക്കട്ടെ നമ്മളെ ചങ്ങായികള് റഹ്മത്തില്ല ക്ലാസ്മി ഓന്റെ നിലപാടെന്താ വിഷയത്തില്? വലിയ പലസ്തീനി പ്രേമം പറഞ്ഞു കണ്ട മുതല കണ്ണീര് ഒഴുക്കുണ്ടല്ലോ. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ തമ്മാടികളായ പോക്കിരികളായ പിശാചുക്കളായ ഈ ഇസ്രയേലിനെ ഇത്രത്തോളം പുകഴ്ത്തി പറഞ്ഞൊരു പണ്ഡിതൻ, ഒരു പണ്ഡിത വേഷധാരി കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. ഓൻ ഇസ്രായേലിന്റെ മധു പറഞ്ഞിട്ട് തീരലില്ലേനു. കേട്ടു നോക്കുങ്ങള്. ഇസ്രായേലിൽ നിങ്ങൾ കുറ്റം പറയരുത്. ഇസ്രായേലിന് ഇന്ന് ലോകത്തെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ കഷ്ടപ്പെട്ട് നേടിയതാ. ഞാൻ ഇസ്രായേലിൽ 10-25 വട്ടം പോയിട്ടുണ്ട്. ഒരു പോലീസുകാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒരു പട്ടാളക്കാരൻ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഡ്യൂട്ടി പോലീസ് സ്റ്റേഷനിൽ കസേരയില്ലാത്ത ഒരു പോലീസ് സംവിധാനം ലോകത്തുണ്ടെങ്കിൽ ഇസ്രായേലിൽ. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പണിയെടുക്കുന്ന ഒരാൾക്കൊരു കസേര ഉണ്ടാവും, പോലീസുകാർക്ക് ഒരിക്കലും കസേര ഉണ്ടാവില്ല. അവർ ഓൺ ഡ്യൂട്ടി, പോലീസ് സ്റ്റേഷൻ കസേര ഉണ്ടാവും. അവർ ഇന്റലിജന്റാ. അങ്ങനത്തെ ജനത നേടുമല്ലോ. നമ്മൾ വെറുതെ എന്തിനാ കുറ്റം പറയുന്നത്? കർമ്മം ചെയ്യുന്ന ജനത നേടൂലേ? നമിക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കുണാമേ പണിപടുനാകും നരകവും അതുപോലെ. നമിക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം. നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് തിന്നാം. അവർ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചു, ലോകം മുഴുവനും അവരില്ലായി. അറബികൾ മുഴുവനും അവരെ ആക്രമിച്ചു. 1967 അറബ് ലോകത്തെ മുഴുവനും ഇനി ഒരു യുദ്ധത്തിന് ശേഷിയില്ലാത്ത വിധത്തിൽ അവർ തകർത്തത് 7 ദിവസം കൊണ്ട്. അത് ജൂതന്മാർ പറയുന്നത് അത് ഞങ്ങൾ ബദർ യുദ്ധമായിരുന്നു. 1967 പരിസരത്തെ മുഴുവനും അറബ് സമൂഹങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. എത്ര ദിവസം കൊണ്ട്? 7 ദിവസം, 6 ദിവസം, 6 ഡേ വാർ. 1967 6 ദിവസം, 6 ഡേ വാർ, 6 ദിവസം തകർത്ത് തരിപ്പണമാക്കി. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ജനതയോട് കൂറുണ്ട്, അവർക്ക് അവരുടെ സംവിധാനത്തോട് കൂറുണ്ട്, അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തോട് ആത്മാർത്ഥമുണ്ട്. എന്താ ഓന്റെ സംഘടനയെ കുറിച്ചല്ലേ ഈ മധു പറയണ്ട്? ഓന്റെ നേതാക്കളെ കുറിച്ചല്ലേ ഈ മധു പറയണത്? ഓന്റെ രാജ്യത്തിനെ കുറിച്ചല്ലേ ഈ മധു പറയണത്? മനസ്സിലായോ? എല്ലാ കാലത്തും ഇസ്ലാമിന്റെയും പ്രവാചകന്മാരുടെയും മുസ്ലിം ഉമ്മത്തിന്റെയും ബദ്ധശത്രുക്കളായ ജൂത പരീക്ഷകളെ കുറിച്ചാണ് ഇവൻ ഈ പുകഴ്ത്തി പറയണത്. ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഇസ്സത്ത് പറയാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ പോലും പറയാൻ പാടുണ്ടോ? എന്നിട്ട് ഓനങ്ങോട്ട് ഓണ്ട് പറഞ്ഞിട്ട് പോലെ മധു പറഞ്ഞിട്ട് ഇങ്ങനെ ഒലിക്കണവന് സലഫികൾക്കെതിരെ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്കെതിരെ കേട്ടാറക്കുന്ന ഭാഷയിൽ തെറി പറയുന്ന ഈ ജാഹില്, ഇവന് ലോകത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ജൂത പരീക്ഷകളെ കുറിച്ച് വാത്തോരാതെ വാഴ്ത്തിപ്പാടുന്നു. ഇവന്റെ ഇരട്ടത്താപ്പ് എല്ലാം ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. എല്ലാരും ഒറ്റ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇവനും ഈ റഹ്മത്തുല്ലാ ക്ലാസിമിയും അതുപോലെ തന്നെ മറ്റേ നൂറെ ഹബീബ് നാറ്റക്കോയും ജിഫിരിക്കോയും ഒക്കെ നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എല്ലാവർക്കും ഉള്ളു തരും കേട്ടോ ഇൻഷാ അല്ലാ. ആദ്യം ഞങ്ങൾ ഈ മടവൂരിന്റെ പിന്നാലെ ഒന്ന് കൂടിയിരിക്കണം. നിങ്ങൾ അള്ളാന്റെ മുകളിൽ കൊണ്ടുപോയി അള്ളാന്റെ ഒപ്പം കസാരിട്ട് ഇരുത്തിയ ഈ മടവൂര് എന്ന് പറഞ്ഞ ഉടുക്കാത്ത പിരാന്തണ്ടല്ലോ, ആ ഉടുക്കാത്ത പിരാന്തനൊന്ന് വലിച്ചു താഴ്ത്തി കിടട്ടെ. എന്നിട്ടാണ് ഈ ഭൂമിയിൽ തെണ്ടി തിരിഞ്ഞിടക്കണ ഇവനെ പോലത്തെ ചില ഉടുത്ത പിരാന്തന്മാരെ ഒതുക്കാനെന്ന് വിചാരിച്ചിരിക്കണേ. ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് പള്ളർച്ച് തരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.